നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ജാതി മത ലിംഗഭേദമന്യേ എല്ലാവർക്കും തേടിയെത്താവുന്ന തിരുസന്നിധിയാണ് വടക്കൻ മലബാറിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കണ്ണൂരിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ രീതിയിൽ പൂജാരീതിയുള്ള ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന ആശ്രയ കേന്ദ്രമാണ്. ശൈവ വൈഷ്ണവ സങ്കല്പമായി പരബ്രഹ്മ സ്വരൂപനായും മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഭൈരവമൂർത്തിയായും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണക്കാക്കാറുണ്ട്. ഭൈരവമൂർത്തിയുടെ വാഹനം നായയാണ്. അതിനാൽ പറശ്ശിനിക്കടവിൽ സ്വതന്ത്ര വിഹാരിയായി നടക്കുന്ന ഒട്ടേറെ നായകളെ കാണാനായിട്ട് സാധിക്കും. വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യക്കോലം അനുഷ്ഠിക്കുന്ന ഇടമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ശൈവ വൈഷ്ണവ ഭാവങ്ങളെയുള്ള 2 തെയ്യരൂപങ്ങൾ മുത്തപ്പനെ പ്രതിനിധാനം ചെയ്യുന്നു. ചന്ദ്രക്കല കിരീടം വെച്ച പരമശിവനെയും മത്സ്യരൂപം കിരീടം വെച്ച മഹാവിഷ്ണുവിനെയും. ഈ 2 തെയ്യങ്ങളെയും വെള്ളാട്ടവും തിരുവപ്പനയും എന്നാണ് പറയുന്നത്. ദ്രാവിഡ പൂജാവിധി ആയതിനാൽ ഇവിടെയുള്ള മുത്തപ്പനുള്ള നിവേദ്യം എന്ന് പറയുന്നത് കള്ളും ചുട്ട മീനുമാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 3 നേരവും അന്നദാനമുണ്ട്. കട്ടൻ ചായയും പുഴുങ്ങിയ പയറും. ഉച്ചയ്ക്കും രാത്രിയിലും ചോറൂണും ഇവിടെ നൽകുന്നു. പയങ്കുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും നടത്തുന്നു. മുത്തപ്പനുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്തുന്ന സ്ഥലമാണ് മടപ്പുര. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മുത്തപ്പന്റെ കലശസ്ഥാനമായ കഴകപ്പുര. ഭഗവതി, ധർമ്മദൈവങ്ങൾ, കുടിവീരൻ ദൈവങ്ങൾ എന്നിവരെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു. കഴകപ്പുര ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കുന്നു. കഴകപ്പുരയിൽ ദിവസവും മുത്തപ്പൻ എഴുന്നള്ളി തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ആചാരമുണ്ട്. കൂടാതെ ദിവസവും ഇവിടെ ഗ്രന്ഥപാരായണവും നടത്തിവരുന്നു. പറശ്ശിനിക്കടവിൽ നിന്ന് വടക്കോട്ട് മാറി മറ്റൊരു ദേവസ്ഥാനം, അതായത് പള്ളിയറ കൂടിയുണ്ട്. തൊണ്ടച്ചൻ എന്ന വയനാട്ട് കുലവൻ ദൈവത്തിനും വിഷ്ണുമൂർത്തിക്കും കൂടിയുള്ളതാണ് ഈ പള്ളിയറ. കൂടാതെ ഇവിടെ തന്നെ പൊട്ടൻ ദൈവത്തിന് പ്രത്യേക സങ്കല്പസ്ഥാനമുണ്ട്. സമീപത്തെ ഇരട്ട പള്ളിയറയിൽ ചോന്നമ്മ, പുലിയൂർ കണ്ണൻ, കാരൻ ദൈവം, ധർമ്മദൈവം, താഴിപ്പര ദേവത, തെക്കൻ കരിയാത്തൻ, കൈക്കോളൻ എന്നീ ദൈവങ്ങൾക്കും സ്ഥാനമുണ്ട്. പറശ്ശിനിക്കടവ് മടപ്പുരയിലെ പ്രധാന പ്രസാദം ഭസ്മമാണ്. ഇവിടെ വരുന്നവരെയെല്ലാം മുത്തപ്പൻ അതിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിന്നുവാനും കുടിക്കുവാനുമുള്ള പ്രസാദം ഭക്തർ സ്വീകരിച്ചാലേ മുത്തപ്പനും തൃപ്തിയാവുകയുള്ളൂ. ഇലയിൽ പയറും അതിനു മുകളിൽ ചന്ദ്രക്കല പോലെയുള്ള തേങ്ങാ കഷ്ണവും ചായയും ഇടതടവില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ 2 നേരവും പ്രസാദച്ചോറും ഇവിടെ ലഭിക്കും. പറശ്ശിനിക്കടവ് മടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ട പൂജാരിയാണ് മടയൻ. മടപ്പുര കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും മരുമക്കത്തായ പ്രകാരം വയസ്സ് മൂപ്പുള്ള ആളാണ് മടയനായി അവരോധിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ഐതിഹ്യം ഒന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തിയായ പാടിക്കുറ്റി അമ്മയ്ക്കും ഭർത്താവായ നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് ഐതിഹ്യം. കണ്ണൂർ പയ്യാവൂരിലെ എരുവേശി ഗ്രാമത്തിലുള്ള വയത്തൂർ കാലിയാരും പാടിക്കുറ്റി ഭഗവതിയും മുത്തപ്പന്റെ അച്ഛനും അമ്മയുമാണെന്നാണ് വിശ്വാസം. വയത്തൂർ കാലിയാരും പാടിക്കുറ്റി ഭഗവതിയും കിരാതമൂർത്തികളാണ്. മുത്തപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥ അറിയാമോ? എരുവേശിയിലെ ഒരു ബ്രാഹ്മണ ഗൃഹമായ അയ്യങ്കര ഇല്ലത്തെ നമ്പൂതിരിയായിരുന്നു അന്നത്തെ ആ പ്രദേശത്തിന്റെ നാടുവാഴി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പാർവതിക്കുട്ടി. ഇവരെ പാടിക്കുറ്റി അമ്മ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ശിവഭക്തിയായിരുന്ന പാടിക്കുറ്റിയമ്മ മക്കളില്ലാത്ത ദുഃഖത്താൽ വഴിപാടുകളും വ്രതങ്ങളുമായി കാലങ്ങൾ കഴിച്ചു.
ഇല്ലം വകയായുള്ള വിഷ്ണു ക്ഷേത്രത്തിലും പാടിക്കുറ്റിയമ്മ ദിവസവും കുളിച്ച് തൊഴുതു ഭജിച്ചു. ഒടുവിൽ മഹാവിഷ്ണുവും പരമശിവനും പാടിക്കുറ്റിയമ്മയിൽ പ്രസന്നരായി. ഈ സമയത്ത് തന്നെയായിരുന്നു പാർവതി പരമേശ്വരന്മാർ കാട്ടാളന്റെ വേഷം കെട്ടി വനവാസത്തിൽ തപസ്സിലായിരുന്ന അർജുനനെ പരീക്ഷിക്കുവാൻ പുറപ്പെട്ടത്. വനത്തിലുടനീളം ആടിയും പാടിയും കളിച്ചുകൊണ്ട് അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നീങ്ങുന്ന പാർവതി പരമേശ്വരന്മാരുടെ ലീലകൾ കാണുവാൻ മഹാവിഷ്ണുവും ബ്രഹ്മാവുമടക്കമുള്ള ദേവന്മാരും ദേവിമാരും അവിടെ എത്തി. ഈ സമയത്ത് പാടിക്കുറ്റിയമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹം നൽകാൻ മഹാവിഷ്ണു പാർവതി പരമേശ്വരന്മാരുടെ മകനായി അവതരിച്ചു. അപ്രകാരമുണ്ടായ കുഞ്ഞിനെ തിരുവങ്കടവിൽ അവർ ഉപേക്ഷിച്ചു. എരുവേശിയിലെ കുന്നിന്റെ താഴത്തുകൂടെ തിരുവങ്കടവ് എന്ന ഭാഗത്തൂടെയാണ് എരുവേശിപ്പുഴ ഒഴുകുന്നത്. ഈ പുഴക്കടവിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കുഞ്ഞിനെ കിടത്തിയ കല്ല് തിരുനെറ്റിക്കല്ല് എന്ന് പിന്നീട് അറിയപ്പെട്ടു. പാടിക്കുറ്റിയമ്മ തിരുവങ്കടവിൽ നീരാട്ടിനെത്തിയപ്പോൾ ഈ ചോരക്കുഞ്ഞിനെ കണ്ടു. ഈ കുഞ്ഞിനെ കണ്ടതോടെ പാടിക്കുറ്റിയമ്മയ്ക്ക് ഇത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് തന്നെ തോന്നി. അപ്പോഴേക്കും പ്രസവിച്ചില്ലെങ്കിലും പാടിക്കുറ്റിയമ്മയുടെ മാറിടം പാൽ ചുരത്തി. അവർ കുഞ്ഞിന് പാലൂട്ടുകയും കുഞ്ഞിനെ ഇല്ലത്ത് കൊണ്ടുപോയി നമ്പൂതിരിയുടെ അനുവാദത്തോടെ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി. അങ്ങനെ അയ്യങ്കാർ ഇല്ലത്ത് ഉണ്ണി നമ്പൂതിരിയായി മുത്തപ്പൻ വളർന്നു. ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പന്. മുത്തപ്പന്റെ ബാല്യകാല രൂപമാണ് നാടുവാഴീശൻ ദൈവം. ഇല്ലത്തിനടുത്തുള്ള വനത്തിൽ അമ്പും വില്ലും എടുത്ത് വേട്ടയ്ക്ക് പോകുന്നതും അന്നത്തെ കാലത്തെ ഐത്തത്തെ മറികടന്ന് താണജാതിക്കാരുമൊത്ത് ഭക്ഷണം കഴിക്കുന്നതും പതിവായി. സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികളും കള്ളും കുടിച്ചും മുത്തപ്പൻ ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു. നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം നിർത്താൻ മാതാപിതാക്കൾ കുട്ടിമുത്തപ്പനോട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുത്രസ്നേഹം കാരണം പാടിക്കുറ്റിയമ്മ എല്ലാം പൊറുത്ത് മകനെ സ്നേഹിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ അവർക്ക് മുത്തപ്പനോട് ആവശ്യപ്പെടേണ്ടി വന്നു. തുടർന്ന് മുത്തപ്പൻ അമ്പും വില്ലുമെടുത്ത് കാലഭൈരവന്റെ രൂപത്തിൽ തൻ്റെ തീക്കണ്ണുകളോടുകൂടിയുള്ള ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവരോട് അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. മുത്തപ്പൻ ഈശ്വരാവതാരമാണെന്ന് മനസ്സിലായ മാതാപിതാക്കൾ അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവിടെ നിന്ന് പുറപ്പെടാൻ തീരുമാനിച്ച് ഉറച്ച മുത്തപ്പനോട് പാടിക്കുറ്റിയമ്മ ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയമാണെന്നും ഇനിയെന്നും പൊയ്ക്കണ്ണ് ധരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് മലനാട്ടിലേക്കാണ് മുത്തപ്പൻ പോയത്. മെഴുക്കുവെല്ലി കോട്ടയിൽ നിന്ന് നാലുപാടും നോക്കിയപ്പോൾ കുന്നത്തൂർ പാടി കണ്ട് കൊതിച്ചു. അതിനുശേഷം മുത്തപ്പൻ അവിടേക്കെത്തി. കുന്നത്തൂരിന്റെ പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ പനംകള്ളിലും മുത്തപ്പൻ ആകൃഷ്ടനായി അവിടെ കുടിയേറി. അവിടുത്തെ പനകളിലെ കള്ള് മോഷ്ടിച്ചായിരുന്നു മുത്തപ്പൻ അവിടെ കഴിഞ്ഞിരുന്നത്. അവിടുത്തെ കള്ളുചെത്തുകാരൻ തൻ്റെ പനമരങ്ങളിൽ കള്ള് മോഷണം പോകുന്നത് കണ്ട് അതിന് കാവൽ കിടന്നു. ഒരിക്കൽ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തൻ്റെ കള്ള് മോഷ്ടിക്കുന്നതായി കണ്ട ചെത്തുകാരൻ തൻ്റെ അമ്പും വില്ലുമെടുത്ത് ഈ വൃദ്ധന് നേരെ തൊടുക്കുവാൻ ശ്രമിച്ചു. അമ്പ് തൊടുക്കവേ ചെത്തുകാരൻ ബോധരഹിതനായി വീണു. ഭർത്താവിനെ തിരക്കി വന്ന ചെത്തുകാരൻ്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്തു കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു. മുകളിലേക്ക് നോക്കിയ അവർ മരത്തിന് മുകളിൽ ഒരു ദിവ്യത്വം തുളുമ്പുന്ന വൃദ്ധനെ കണ്ട് ഒരു അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചു കരഞ്ഞു. അതിനു പിന്നാലെ ചെത്തുകാരന് ബോധം തിരിച്ചു വന്നു. അവർ മുത്തപ്പനെ ദൈവമായി കണ്ട് പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു. ഇവരിൽ പ്രീതനായി മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു. തുടർന്ന് മുത്തപ്പൻ എന്ന പേരും അദ്ദേഹത്തിന് വന്നു ചേർന്നു. കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഇടത്തിലേക്ക് യാത്രയാകാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തുവിട്ടു. അത് പുഴക്കരയിലെ പറച്ചിങ്ങ എന്ന മുൾച്ചെടി വളരുന്ന ഒരിടത്താണ് പതിച്ചത്. അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ണാൻ ഒരു മരത്തിൽ തറച്ചിരിക്കുന്ന ഈ അമ്പും അതിൽ അപാരമായ ദിവ്യപ്രകാശവും കണ്ടപ്പോൾ ആ സ്ഥലത്തെ നാടുവാഴിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രശ്നവിധികൾ ചെയ്തപ്പോൾ അത് മുത്തപ്പനാണെന്നും
ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നും പറഞ്ഞു. ക്ഷേത്രം ഉയർന്നു വന്നതോടെ പറച്ചിങ്ങ വളർന്നു കിടക്കുന്ന പ്രദേശമായതിനാൽ അതിന് പറശ്ശിനിക്കടവ് എന്ന പേര് വന്നു. മുത്തപ്പൻ എയ്ത അമ്പ് ഇന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നാണ് ഐതിഹ്യം. മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തുന്ന വിശ്വാസികൾ അനുഗ്രഹത്തിനായി പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും നൈവേദ്യമായി അർപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ എല്ലാവരുടെയും കാണപ്പെട്ട ദൈവം തന്നെയാണ് മുത്തപ്പൻ. കണ്ണൂർ ജില്ലക്കാര് എല്ലാവരും പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടും ഉണ്ടാകും. കുട്ടികളുടെ ചോറൂണിനായിട്ടും ഒരുപാട് ഭക്തര് ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒരു തവണയെങ്കിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.